എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് തുടങ്ങാം. പരീക്ഷ ഇങ്ങ് അടുത്തു അല്ലേ? ജൂലൈ 17 പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പഠിച്ചതൊക്കെ വരുവോടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ആത്മവിശ്വാസത്തോടെ ഒരുവിധം എല്ലാ ദിവസവും സന്തോഷത്തോടെ ഒരുവിധം ടോപ്പിക്കുകൾ കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, കവർ ചെയ്യണം. അതായത് റിവിഷൻ കൊണ്ടുവരണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. റിവിഷനിൽ അല്ല പഠിച്ചു പഠിച്ചു എന്നതിലല്ല, കറക്റ്റ് ഒരു ഓർഡറിൽ നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചോ അല്ലെങ്കിൽ ഒന്നിടവിട്ട് പഠിച്ചിട്ട് റിവിഷൻ കൊണ്ടുവന്നു. ഓക്കെ, പലതും വർഷങ്ങളൊക്കെ ഒന്ന് കോർത്തിണക്കി നോക്കെ കിട്ടുമെന്നേ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഒന്നുകിൽ ജോഗ്രഫി പരമായിട്ടുള്ള കേരള ജോഗ്രഫിയുടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കേരള പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, വലിയ ടഫ് വരത്തില്ല. പക്ഷെ കൊച്ചു കൊച്ചു ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൊണ്ടുപോയി തെറ്റിക്കാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിശ്വാസത്തോടെ പഠിക്കുക. പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നു നോക്കുക. കേരള കായിക രംഗമായാലും കേരളത്തിലെ ബീച്ചുകൾ, തുറമുഖങ്ങൾ, ജലപാതകൾ, ഗതാഗതങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം തെറ്റാതെ പഠിച്ചു വെക്കുക. മത്സ്യബന്ധനമായാലും ഗതാഗതമായാലും തുറമുഖം ബീച്ചുകളായാലും അതുപോലെ ഏതൊക്കെ ജില്ലകൾ എന്നുള്ള വിശേഷങ്ങൾ, കേരള ജോഗ്രഫിന്നും കേരള പ്രക്ഷോഭത്തിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഒത്തിരി ഇട്ട് പറയുന്നില്ല. നമുക്ക് അപ്പം വിഷമിക്കാതെ മുന്നോട്ട് പോ. ഇനി മുന്നിൽ പരീക്ഷകളുണ്ട്. കമ്പനി ബോർഡ് LGS ഒരുവിധം നല്ല മാർക്ക് മേടിക്കുന്നവർ പിന്നെ മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. കട്ടയ്ക്ക് പഠിക്കുക, എത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിപ്പോവുക. ഓരോരുത്തരെ കിട്ടുന്നത് കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളെപ്പോലെ മനസ്സിൽ ഇങ്ങനെ പല ചിന്താഗതിയിൽ പഠിച്ചവരൊക്കെ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിന്താഗതി തന്നെയാണ് പലർക്കും ഉണ്ടാവുന്നത്. പക്ഷെ അമിതമാവരുത്. ചിന്താഗതി ഒത്തിരി അമിതമായാൽ ഇനി കിട്ടുമോ, എങ്ങനെയായിരിക്കും, ഒരു വിവരവും ഇല്ല, എല്ലാം പോർഷൻ കവർ ചെയ്തു, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ആ സിലബസ് ഒന്ന് ഫ്രണ്ടിൽ എടുത്ത് വെക്ക്. ഏതാണ് ഇനി തീരാൻ പറ്റാത്തത്? സൗരയൂഥം തീർന്നിട്ടുണ്ടോ? ഗ്രഹങ്ങളും അവയുടെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ? കേരള കായിക രംഗത്തിലെ ചോദ്യങ്ങളെല്ലാം പഠിച്ചോ? മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ബേസ് ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുന്നതൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഭരണഘടനയൊക്കെ ബേസ് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, ഞാൻ ആ ബേസ് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ നടത്തിയിട്ട് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോട്ടെ. ഇന്നത്തെ നല്ലൊരു ക്ലാസ് ആണ്. അതിനു മുമ്പ് നമുക്ക് റിവിഷൻ കൊണ്ടുവരണമല്ലോ. നമ്മുടെ പ്രധാന ഇതായി എന്റെ കൂടെ ഉത്തരങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു പോകണേ. ഓക്കെ, എന്നാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം 1905 അല്ലെ, 5 അവിടെ നമ്മൾ 3 വൈസ്രോയിമാരെ പഠിക്കും. എന്താണ്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കട്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. അപ്പൊ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആരാണ്? കട്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരാണ്? മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ ആരാണ്? ഹാർഡിഞ്ച് സെക്കൻഡ്. ഏത് വർഷമാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്? 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് അല്ലെ. ബംഗാൾ വിലാപ ദിനം എന്നാണ്. ബംഗാൾ വിലാപ ദിനം അത് നമുക്ക് ഒക്ടോബർ 16. ബംഗാൾ വിലാപ ദിനം എന്നാണ് ഒക്ടോബർ 16. ഈ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടല്ലേ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? അതും 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചെന്നാണ് 1905 ഓഗസ്റ്റ് 7. അതുകൊണ്ട് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്. ഓഗസ്റ്റ് 7 ഏത് ദിനമാണ്? ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് 7 നമ്മൾ പറയുന്നു. ഇന്ത്യയുടെ പതാക വിദേശ മണ്ണിൽ ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഇന്ത്യയുടെ പതാക വിദേശ മണ്ണിൽ ആദ്യമായി ഉയർത്തിയത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവായ മാഡം ഭിക്കാജി ഗാമയാണ് അല്ലെ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നവര് മാഡം ഭിക്കാജി ഗാമയാണ്. ജർമ്മനിയിലെ സ്റ്റഡ് ഗാർഡിലൂടെ ആദ്യമായിട്ട് വിദേശ മണ്ണിൽ പതാക ഉയർത്തിയത് ഏത് വർഷമാ? 1907. ഈ 7 തന്നെ അല്ലയോടെ മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ സൂററ്റ് സ്പ്ലിറ്റ്. മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ സൂററ്റ് സമ്മേളനം ഏത് വർഷമാണ്? 1907. റാഷ് ബിഹാരി ഘോഷ് ആണ്. ആ സമയത്ത് INC പ്രസിഡന്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ്. ഇവർ ഒന്നിച്ചത് 1916 ആണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ആരാ മിതവാദികളുടെ നേതാവ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളുടെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ സംഘടനയല്ലേ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 കൊണ്ടുവന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. അതുപോലെ മിതവാദികളുടെ നേതാവ് ഗോഖലെയാണ്. പിന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? ഗോഖലെയാണ്. ഏത് വർഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? 1905. അഭിനവ ഭാരത് ആരുടെ സംഘടനയാണ്? അഭിനവ ഭാരത് VD സവർക്കർ അല്ലെ. 1904 വന്ന അഭിനവ ഭാരത് ആരുടെയാണ്? VD സവർക്കർ ആണ്. അനുശീലൻ സമിതി ആരുടെ? അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷിന്റെ. ഗദ്ദാർ പാർട്ടി ആരുടെ? ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടി
ലാല ഹർദയാൽ. സ്വരാജ് പാർട്ടി ആരുടെ? സ്വരാജ് പാർട്ടി അത് രണ്ടുപേരുടെ, CR ദാസും മോത്തിലാൽ നെഹ്റു. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിന്റെ അല്ലയുടെ നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആദ്യത്തെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് നെഹ്റു റിപ്പോർട്ടാണ്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാ? 1928. ആരുടെയാ? മോത്തിലാൽ നെഹ്റുവിന്റെ. ഈ 28 തന്നെ അല്ലേ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928. ബർദോളി സത്യാഗ്രഹം നടന്നത് 28. ഏത് സ്റ്റേറ്റിൽ? ഗുജറാത്തിലെ ഭൂനികുതി കർഷകരുമായി ബന്ധപ്പെട്ടതല്ലേ ബർദോളി സത്യാഗ്രഹം ആണ്. അപ്പൊ 28 രണ്ടെണ്ണം പഠിച്ച് ഏതൊക്കെയാ? ഒന്ന് നെഹ്റു റിപ്പോർട്ട് 28, ബർദോളി സത്യാഗ്രഹം 28. പിന്നെ 28 ഉണ്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയതെന്ന 28. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27 ഇന്ത്യയിൽ എത്തിയതെന്നാണ് 28. ഈ സൈമൺ കമ്മീഷൻ വരുന്നതിനെ തുടർന്നുള്ള ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷന്റെ പ്രതിഷേധത്തിനെതിരെ നടന്ന ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. വന്ദേ മാതരം എന്ന ഉറുദു പത്രം അദ്ദേഹത്തിന്റെയാണ്. വന്ദേ മാതരം എന്ന പത്രം ആരുടെയാ? ലാല ലജ്പത് റായുടെ. അൺഹാപ്പി ഇന്ത്യ ലാല ലജ്പത് റായുടെ കൃതിയാണ്. വന്ദേ മാതരം എന്ന ഉറുദു പത്രം ലാല ലജ്പത് റായുടെയാണ്. അൺഹാപ്പി ഇന്ത്യ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലാല ലജ്പത് റായുടെ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇല്ലയുടെ, ഇന്ത്യയിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് അത് സ്ഥാപിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാല ലജ്പത് റായ്. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാരാണ്? ലാല ലജ്പത് റായ്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാ? നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. സാൻഡേഴ്സൺ അല്ലെ. ലാല ലജ്പത് റായുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സനെ വധിക്കുന്ന ഗൂഢാലോചന കേസാണ് ലാഹോർ ഗൂഢാലോചന കേസ്. അപ്പം ലാഹോർ ഗൂഢാലോചന കേസിലൂടെ അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഭഗത് സിംഗിനെ. ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്ത കേസ് ഏതാണ്? ലാഹോർ ഗൂഢാലോചന കേസാണ് ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിന്റെ സംഘടന പഠിച്ചു നോക്കണേ. പഞ്ചാബ് നൗജവാൻ ഭാരത സഭ. പഞ്ചാബ് നൗജവാൻ ഭാരത സഭ ആരുടെയാണ്? ഭഗത് സിംഗിന്റെ സംഘടനയാണ് പഞ്ചാബ് നൗജവാൻ ഭാരത സഭ. വിദ്രോഹി, രഞ്ജിത്ത് എന്നീ തൂലികാ നാമങ്ങൾ ഭഗത് സിംഗിന്റെയാണ്. വിദ്രോഹി, രഞ്ജിത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. വൈ അയാമാൻ എത്തീസ്റ്റ് ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈ അയാമാൻ എത്തീസ്റ്റ് ആരുടെ കൃതിയാ? ഭഗത് സിംഗിന്റെ കൃതിയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? ഭഗത് സിംഗ്. യാചകരുടെ രാജകുമാരൻ ആരാ? യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. അപ്പൊ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്, യാചകരുടെ രാജകുമാരൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ. എന്താ മദൻ മോഹൻ മാളവ്യ? ഇന്ത്യയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാ? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ എന്ന പത്രമാരുടെ? മദൻ മോഹൻ മാളവ്യയുടെയാണ്. ഗാന്ധിജിയോടൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉപദേശകനായിട്ട് പോയതാരാ? മദൻ മോഹൻ മാളവ്യയാണ്. അപ്പൊ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനാരാ? മദൻ മോഹൻ മാളവ്യ. ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവ്യ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 1916 സ്ഥാപിച്ചതാരാ? മദൻ മോഹൻ മാളവ്യ. അപ്പൊ യാചകരുടെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. ഇനി ദേശസ്നേഹികളുടെ രാജകുമാരൻ ആരാ? ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ. അദ്ദേഹത്തിന്റെ 2-3 ഡയലോഗ് ഏതൊക്കെയാ? ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതൊക്കെ ആരുടെയാ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെയാണ് അല്ലെ. അപ്പൊ ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇതൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പാർട്ടിയാ ഫോർവേഡ് ബ്ലോക്ക്. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? 1939 ഫോർവേഡ് ബ്ലോക്ക്. ഇദ്ദേഹം ജർമ്മനിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരാ ഓർലാൻഡ മസാട്ട. ഓർലാൻഡ മസാട്ട എന്നാണ് ഇദ്ദേഹം ജർമ്മനിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പം. ആരാ? സുഭാഷ് ചന്ദ്രബോസ് അറിഞ്ഞിരുന്ന പേര് ഏതാണ്? ഓർലാൻഡ മസാട്ട. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേര് ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യൻ സ്ട്രഗിൾ. ഇദ്ദേഹത്തിന് ഒരു അപൂർണ ആത്മകഥയുണ്ട്, ഇന്ത്യൻ പിൽഗ്രിം. അപ്പം ഇന്ത്യൻ സ്ട്രഗിൾ ആണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇദ്ദേഹത്തിന്റെ അപൂർണ ആത്മകഥ ഏതാണ്? ഇന്ത്യൻ പിൽഗ്രിം എന്നതാണ്. ഓർത്തു വെച്ചിരിക്കണേ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനാണ്
മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ, ഇതൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഷാജി ബോൺസിലെ കമ്മീഷൻ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെടുന്നു? സുഭാഷ് ചന്ദ്രബോസ്. INA ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? INA ഇന്ത്യൻ നാഷണൽ ആർമി ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. INA എന്ന ആശയം ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെയാണ്, പക്ഷെ INA ഏറ്റെടുത്തത് നമ്മുടെ റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച INA ഏറ്റെടുത്ത് നടത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ INA വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേര് ഝാൻസി റാണി റെജിമെന്റ് എന്നല്ലേ? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഇതിന്റെ തലപ്പത്തൊരു മലയാളിയായിരുന്നു. ഝാൻസി റാണി റെജിമെന്റിന്റെ തലപ്പത്തെത്തിയ മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു, അതായത് INA ചേർന്ന രണ്ട് മലയാളികൾ ആരൊക്കെയെന്ന്. INA ചേർന്ന രണ്ട് മലയാളികൾ, ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയും രണ്ട് വക്കം അബ്ദുൾ ഖാദറുമാണ്. ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയും രണ്ടാരുടെ വക്കം അബ്ദുൾ ഖാദറാണ് INA ചേർന്ന മലയാളികൾ. ഈ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻഡമാൻ നിക്കോബാറിൽ സ്വരാജ് ആൻഡ് സ്വരാജ് ദ്വീപ് എന്ന് വിശേഷിപ്പിച്ചത്. ആൻഡമാൻ നിക്കോബാറിനെ ആരാ? സുഭാഷ് ചന്ദ്രബോസ്. ഈ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായിട്ട് വിളിച്ചത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. തിരിച്ച് ഗാന്ധിജി കൊടുത്തത് നേതാജി, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നൊക്കെ ഗാന്ധിജി തിരിച്ചു കൊടുത്തു. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഹിന്ദു സ്വരാജ്. 1909 ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 1909 ഹിന്ദു സ്വരാജ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ഇന്ത്യയിൽ 3 ജനകീയ സമരങ്ങളല്ലേ നടത്തിയിട്ടുള്ളൂ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ 3 ബഹുജന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാ? ഒന്ന് 1920 നിസ്സഹകരണ സമരം, 2 1930 നിയമലംഘന സമരം, 3 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ 20, 30, 42. 20 നിസ്സഹകരണം, 30 നിയമലംഘനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി നടത്തിയ 3 ജനകീയ സമരങ്ങൾ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 1906 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ. ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. നിലം കർഷകരുമായി ബന്ധപ്പെട്ട ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1918 ഗാന്ധിജി 2 സമരങ്ങൾ നടത്തി. ഒന്ന് കേദാ സമരവും രണ്ടാമത്തത് അഹമ്മദാബാദ് മിൽ പണിമുടക്കും. 1918 കേദാ സമരം നടത്തിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ട് കേദാ സമരത്തിൽ. പിന്നെ അതേ 18 തന്നെയാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കും 18 തന്നെയാണ്. അത് 35% പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. 18 പഠിച്ചേ. 19 എന്തൊക്കെയായിരുന്നു? 19 നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് ദിനം എന്നു ചോദിച്ചാലും ഏപ്രിൽ 13 നമ്മൾ പറയണ്ടേ. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ ഏത് ഉത്സവം? വൈശാഖി ഉത്സവ ദിവസമായിരുന്നു. ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചായിരുന്നു? ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുവിന്റെയും അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് ഇവർ ഒത്തുകൂടിയത്. വെടിവെച്ചത് അവിടുത്തെ പട്ടാള മേധാവിയായി ജനറൽ ഡയറും വെടിവെക്കാൻ ഉത്തരവിട്ടത് അവിടുത്തെ ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറുമാണ്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെച്ചത് ആരാണ്? ജനറൽ ഡയറും വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരാണ്? അത് മൈക്കിൾ ഒ ഡയറുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതായിരുന്നു? റൗലറ്റ് ആക്ട്. ഈ ജാലിയൻ വാലാബാഗ് സമ്മേളനം നടത്താൻ കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ആരെയും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ആ സമയത്ത് ഇന്ത്യയിൽ ഒരു റൗലറ്റ് സത്യാഗ്രഹവും നടന്നിട്ടുണ്ട്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം റൗലറ്റ് സത്യാഗ്രഹം, അതും 19
പഠിച്ചു വെച്ചിരിക്കണേ. 19 ഒരു മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും കയറി വരുന്നുണ്ട്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. ആ 19 പഠിച്ചേ. 20 നിസ്സഹകരണ സമരം, മറന്നുപോരുത്. 20 നിസ്സഹകരണ സമരം നടത്താൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് നിസ്സഹകരണ സമരം നടത്താൻ തീരുമാനിച്ചത്. 20 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം എന്നാണ് 20. ഖിലാഫത്ത് പ്രചരണത്തിനും നിസ്സഹകരണ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്. എത്ര തവണ വന്നു? 5 തവണ വന്നു. 20, 25, 27, 34, 37. 20, 25, 27, 34, 37. ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്ന വർഷം എന്നാണ് 37 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഒരു തീർത്ഥാടനം എന്ന പേരിലാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ എത്തിയത്. ഓർത്തു വെച്ചിരിക്കണേ. 20 ആദ്യമായിട്ട് വരുന്നത്. 25 രണ്ടാമത് വരുമ്പോഴാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം എന്നാണ് 25. ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടത് അവസാന വരവായ 37. അവ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 20 അയ്യങ്കാളിയെ കണ്ടത് 1937 ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ നമ്മൾ 20 വരെത്തിയില്ലേ. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമല്ലേ ചൗരി ചൗര സംഭവം? 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം. ഏത് വർഷമാണ്? 1922 ഫെബ്രുവരി 5. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലല്ലേ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ചൗരി ചൗര സംഭവത്തിൽ എത്ര പോലീസുകാർ കൊല്ലപ്പെട്ടു? 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഏത് വർഷമാണ്? 1922 ഫെബ്രുവരി 5. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആണ്. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ് ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും നല്ലൊരു ചോദ്യം. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ചു ഗാന്ധിജി. ഇതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചതാരെന്ന് വെച്ചു. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയ മണ്ടത്തരം എന്ന് വിളിച്ചത് ഗാന്ധിജി തന്നെയാണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയതിനെ ഹിമാലയ മണ്ടത്തരം എന്ന് വിളിച്ചത് ഗാന്ധിജി. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ചൗരി ചൗര സംഭവം ഏത് വർഷം? 1922 ഫെബ്രുവരി 5. ഏത് വൈസ്രോയിയാണ്? റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. 22 പിന്നെ 23 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റു. 25 ഒരു ട്രെയിൻ കവർച്ച പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഒരു ട്രെയിൻ കവർച്ച, ഇന്ത്യയിലെ ഒരു പ്രശസ്ത ട്രെയിൻ കവർച്ചയാണ് കക്കോരി ട്രെയിൻ കവർച്ച. ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. കക്കോരി ട്രെയിൻ കവർച്ച 1925. 26 UPSC വരുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്ന വർഷമെന്ന 1926 ഒക്ടോബർ 1. അപ്പൊ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് റീഡിംഗ് പ്രഭുവിന്റെ കാലത്ത് ലീ കമ്മീഷൻ പ്രകാരം. ലീ കമ്മീഷൻ പ്രകാരം. എന്നാ UPSC ഇന്ത്യയിൽ വരുന്നത് 1926 ഒക്ടോബർ 1. അപ്പൊ 26 പഠിച്ച്. 27 സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇന്ത്യയിൽ എത്തിയത് 28 എന്തൊക്കെ പഠിച്ചു? നെഹ്റു റിപ്പോർട്ട്, പിന്നെ ബർദോളി സത്യാഗ്രഹം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 28. 29 എന്താ? പൂർണ്ണ സ്വരാജ് പ്രമേയം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ലാഹോർ സമ്മേളനം. അപ്പൊ പൂർണ്ണ സ്വരാജ് വർഷം എന്ന 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റു ആണ് ആ സമയത്തെ പ്രസിഡന്റ്. പക്ഷെ പൂർണ്ണ സ്വരാജ് പ്രമേയം എഴുതിയതാര് എന്നൊരു ചോദ്യം വന്നാൽ ഗാന്ധിജി എഴുതണേ. പൂർണ്ണ സ്വരാജ് പ്രമേയം എഴുതിയത് ഗാന്ധിജിയാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ വെച്ചാണ് തൊട്ടടുത്ത വർഷം ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് 1930 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് 1930 ജനുവരി 26 ആചരിച്ചു. അതുകൊണ്ട് ആ ജനുവരി 26 നമ്മൾ പിന്നീട് റിപ്പബ്ലിക് ഡേ ആക്കി മാറ്റിയത്. 30 വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത്, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയത് 30 ചിറ്റഗോങ് കലാപം നടന്നത് 30 പ്രശസ്തമായ ഇന്ത്യയിലെ ഒരു കലാപമാണ് ചിറ്റഗോങ് കലാപം. സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ നടന്നത്. സൂര്യസെൻ, മാസ്റ്റർ ദ എന്ന അപരനാമമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സൂര്യസെൻ. മാസ്റ്റർ ദ കേട്ടോ. മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന സൂര്യസെന്നിന്റെ നേതൃത്വത്തിൽ ചിറ്റഗോങ് കലാപം നടന്നത് 30. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 30. നിയമലംഘന പ്രസ്ഥാനം നടന്നത് 30. വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത് ഏത് വർഷമാണ്? 1930. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, വട്ടമേശ സമ്മേളനങ്ങൾ ഏത് കൊട്ടാരത്തിലാണ്? ലണ്ടനിലെ ജെയിംസ് പാലസ്. ഏത് കൊട്ടാരത്തിലാണ്?
ലണ്ടനിലെ ജെയിംസ് പാലസ് ആരാ വിളിച്ചുകൂട്ടിയെ? റംസെ മക്ഡൊണാൾഡ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മക്ഡൊണാൾഡ് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് വിളിച്ചുകൂട്ടിയത്. മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരു വനിതയുടെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വനിത ജഹനാര ഷാനവാസ്. ഏതായിരുന്നു? ജഹനാര ഷാനവാസ്. പിന്നെ നമ്മുടെ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രോ ഇവരൊക്കെ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തവരാ. ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് അല്ലെ. 1931 അവിടെ ചെല്ലുമ്പോഴല്ലേ ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്നൊക്കെ വിളിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അത് 31 പിന്നെ ഗാന്ധിജി പോയ കപ്പലിന്റെ പേര് SS രജപുത്താന എന്നതാണ് കേട്ടോ. രജപുത്താന. ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ കപ്പൽ ഏതാണ്? SS രജപുത്താന. ഗാന്ധിജിയോടൊപ്പം 2ാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയായി പോയത് മലയാളിയാണ്. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയായി പോയ മലയാളി സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. വനിതകളുടെ പ്രതിനിധിയായി പോയത് സരോജിനി നായിഡു. ഇവരൊക്കെയായിരുന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് മദൻ മോഹൻ മാളവ്യാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ അത് ഇത്രയും. പിന്നെ ഈ ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഏത് വർഷമാ? നല്ലൊരു ക്വസ്റ്റ്യൻ. 31 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഏത് വർഷം? 1931. ആ 31 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്? 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് ആണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ആണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഓപ്പറേഷന്റെ പേര്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ആ സമയത്ത് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമല്ലേ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ? നമ്മുടെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യമല്ല, ഇൻക്ലാബ് സിന്ദാബാദ്. ജയ് ഹിന്ദ് നമ്മൾ നേരത്തെ പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസിന്റെ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? അത് ഭഗത് സിംഗ്. പക്ഷെ അവിടെ ശ്രദ്ധിച്ചോണം, ഇൻക്ലാബ് സിന്ദാബാദ് എഴുതിയത് മുഹമ്മദ് ഇക്ബാല. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാല്. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഭഗത് സിംഗ് ആണ് അല്ലെ. സാരെ ജഹാം സെ അച്ഛ എഴുതിയത് മുഹമ്മദ് ഇക്ബാലാണ്. സാരെ ജഹാം സെ അച്ഛ എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. അത് എത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 31 കാര്യം പറഞ്ഞു. അപ്പൊ ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പോവാൻ കാരണം ഏതാ? ഗാന്ധി ഇർവിൻ ഉടമ്പടി. പിന്നെ ഒരെണ്ണം കൂടെ പഠിച്ചേരെ. നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണവും ഗാന്ധി ഇർവിൻ ഉടമ്പടിയാ. നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണവും ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയാ. അപ്പൊ 31 വരെ പഠിച്ചേ. പിന്നെ ഈ 32 ഈ സമയത്ത് ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മക്ഡൊണാൾഡ് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? റംസെ മക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഈ 32 പൂന ഉടമ്പടി. പൂന ഉടമ്പടി ഏത് വർഷം എന്ന് ചോദിച്ചാലും 1932 BR അംബേദ്കറും പിന്നെ ആരായിരുന്നു? നമ്മുടെ BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ പൂന ഉടമ്പടി. തെറ്റിപ്പോരുത്. 32 BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാണ് പൂന ഉടമ്പടി. 32 പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് 39 ഇന്റർനാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്ന സമ്മേളനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നത് 39 ത്രിപുരി സമ്മേളനം. ഗാന്ധിജിയുടെ പ്രതിനിധിയായ പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലാണ്. ആരാ ജയിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അപ്പൊ INCയിൽ പ്രസിഡന്റ് സ്ഥാനം മത്സരിച്ചത് ഏതാ? 39 ത്രിപുരി സമ്മേളനം. വിജയിച്ചതാരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെട്ടു. പിന്നെ പട്ടാഭി സീതാരാമയ്യ വരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INCയുടെ പ്രസിഡന്റ്. 48 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ INCയുടെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. ഇനി 40 ഗാന്ധിജി ആദ്യമായി വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയത്. ഗാന്ധിജി ആദ്യമായി വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയത് 1940 അവിടെ നല്ലൊരു ചോദ്യം ഉണ്ടേ. ആദ്യമായി വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയത് വിനോബ ഭാവെയാണ്. വിനോബ ഭാവെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹത്തിന് ഇരുത്തിയത്. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ ഇരുത്തിയിട്ടുണ്ട്, ബ്രഹ്മദത്തിനെ ഇരുത്തിയിട്ടുണ്ട്. അതോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹം ഏത് വർഷം? 40 വിനോബ ഭാവെയാണ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ആചാര്യ എന്ന അപരനാമം. പൗനാറിൽ
പൗനാറിലെ സന്യാസി വിനോബ ഭാവെ. മാക്സേസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിനോബ ഭാവെ. മാക്സേസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, പൗനാറിലെ സന്യാസി. വ്യക്തി സത്യാഗ്രഹത്തിനെത്തിയ ആദ്യ വ്യക്തി. വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിലെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ട വ്യക്തിയും വിനോബ ഭാവെയിൽ ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് കേരളത്തിലേക്ക് എത്തിയത് വിനോബ ഭാവെയാണ്. അപ്പൊ 40 പഠിച്ചേ. ഇനി നല്ലൊരു ചോദ്യമുണ്ട് 40-ൽ. ഓഗസ്റ്റ് ഓഫർ, അതായത് ഇന്ത്യക്കാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൽ ലിത്കോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ലിൽ ലിത്കോ പ്രഭു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയിയും ലിൽ ലിത്കോ പ്രഭു ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വൈസ്രോയി ആരാണ്? ലിൽ ലിത്കോ പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം ആരുടെയാ? അത് ഡൽഹൌസി പ്രഭു ആണ്. നമ്മുടെ സതി നിർത്തലാക്കിയത് ആരാ? വില്യം ബെന്റി പ്രഭു. 1829 സതി നിർത്തലാക്കി. 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. അതിലൂടെ ആദ്യം പിടിച്ചടക്കിയ നാട്ടുരാജ്യം സറ്റാറ, അവസാനം പിടിച്ചടക്കിയ നാട്ടുരാജ്യം ഔദ് അല്ലെ? ഔദിനെ കുറിച്ച് ഡൽഹൌസി പ്രഭു ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എന്റെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഏത് നാട്ടുരാജ്യത്തെ കുറിച്ചാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്റെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഏത് നാട്ടുരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഡൽഹൌസി ഔദിനെ കുറിച്ചാണ്. ഈ ഡൽഹൌസിയിലൂടെ ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സ്ഥാപിച്ചത് 1853 ഏപ്രിൽ 16-നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ പോയത് ബോംബെ മുതൽ താന വരെ. ഏത് വർഷം? 1853 ഏപ്രിൽ 16-നാണ്. കേരളത്തിൽ എന്ന ട്രെയിൻ 1861-ലാണ് കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ പോയത്. ഇനി 1854 നല്ലൊരു ചോദ്യമുണ്ട്. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയായ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ വർഷം. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയായ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയത് ആരാണ്? 1854 ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആരാ? കാനിങ് പ്രഭു. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി എന്ന സ്ഥാനപ്പേരിൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. ഈ ഇന്ത്യയിൽ ആദ്യ സെൻസസ് എടുത്ത വൈസ്രോയി ആരാ? മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് എടുത്തത് മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് എടുത്തത് ആരാ? അത് റിപ്പൺ പ്രഭു. 1881 ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എടുത്തത് ആരാണ്? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു അല്ലയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിപ്പൺ പ്രഭുവിനെയാണ് അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പിന്നെ നല്ലൊരു ചോദ്യം നിങ്ങൾക്ക് ഇത് ചോദിക്കാം. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാ? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ. അത് പിൻവലിച്ചത് റിപ്പൺ ആണ്. പിൻവലിച്ചത് ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ ആണ് പറയേണ്ടത്. അത് നല്ലൊരു ചോദ്യമല്ലേ? പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണെന്നറിയാമോ? ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആണ്. INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ആരാ? റീഡിംഗ് പ്രഭു ആണ്. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇർവിൻ പ്രഭുവും 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു ആണ്. വെല്ലിംഗ്ടൺ. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാ? ലിൽ ലിത്കോ പ്രഭു ആണ്. ലിൽ ലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴും ആരാ? ലിൽ ലിത്കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമര നായകനാര്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും. ക്വിറ്റ് ഇന്ത്യ സമര നായികയാര്? നായിക അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കാരുടെ? യൂസഫ് മെഹർലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കാരുടെയാണ്? യൂസഫ് മെഹർലി. ഏത് കൊട്ടാരമായിരുന്നു? ഏത് മൈതാനമാ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്? ഗോവാലി ടാങ്ക് മൈതാനം അഥവാ ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന മൈതാനം ഏതാണ്? ഗോവാലി ടാങ്ക് മൈതാനം അഥവാ ആഗസ്റ്റ് ക്രാന്തി മൈതാനം. എന്നാ ക്വിറ്റ് ഇന്ത്യ ദിനം? ആഗസ്റ്റ് 9 നാഗസാക്കി ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ഒക്കെ എന്നാണ്? ആഗസ്റ്റ് 9-നാണ്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതെന്ന ആഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നു ചോദിച്ചാൽ ആഗസ്റ്റ് 9 നമ്മൾ പറയേണ്ടത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി കൊണ്ടുവന്നതും ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടല്ലേ? ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അവിടെ പിന്നെ അത് കഴിഞ്ഞ സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു ആണ്. നാവിക കലാപം 1946 നാവിക കലാപം അഥവാ മുംബൈ കലാപം നടക്കുമ്പോഴും വേവൽ പ്രഭു ആണ് അല്ലെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നമ്മുടെ നെഹ്റുവിന്റെ കയ്യിലല്ലേ കൊടുക്കുന്നത്. ആ സമയത്തെ പ്രസംഗം ചോദിച്ചിട്ടുണ്ട്. വിധിയുമായുള്ള കൂടിക്കാഴ്ച. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്തുമായി ബന്ധപ്പെടുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ആദ്യത്തെ നെഹ്റുവിന്റെ പ്രസംഗം ഏതാണ്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ്
ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയ. ഓർത്തു വെച്ചിരിക്കണേ. ഈ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച വ്യക്തി ആരാ? സർദാർ പട്ടേൽ. അതിനെ സഹായിച്ച മലയാളി ആരാ? VP മേനോൻ. നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോനാണ് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. VP മേനോൻ പാലക്കാട് ഒറ്റപ്പാലംകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ഒക്കെ ആരുടെയാണ്? VP മേനോന്റെ പ്രധാന കൃതിയാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ആദ്യ ആഭ്യന്തരമന്ത്രി, ആദ്യ ഉപപ്രധാനമന്ത്രി, ഗുജറാത്ത് സിംഹം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്. ആദ്യ ആഭ്യന്തരമന്ത്രി, ആദ്യ ഉപപ്രധാനമന്ത്രി, ഗുജറാത്ത് സിംഹം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചത്. 3 നാട്ടുരാജ്യങ്ങളല്ലേ വെറുതെ നിന്നത്, കേറാതെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നിന്നത്? ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്. ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്. ജുനഗഡ് ജനഹിത പരിശോധന വഴി വരികയും കാശ്മീർ അക്സിഷൻ നടപടി അഥവാ ലയന കരാറിലൂടെ വരികയും ഓപ്പറേഷൻ പോളോയിലൂടെ വന്നതാരാ? ഹൈദരാബാദാണ് ഓപ്പറേഷൻ പോളോയിലൂടെ വരുന്നത് അല്ലെ. തുടർന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചതാരാ? ഫസൽ അലി. 1953 ഫസൽ അലി കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 3 പേരല്ലേ ഇവിടെ ഫസൽ അലി കമ്മീഷൻ. 53 വന്ന ഫസൽ അലി കമ്മീഷനിൽ 3 പേര്. 1 ഫസൽ അലി, 2 HN ഖുസ്രു, 3 സർദാർ KM പണിക്കർ, മലയാളിയായ സർദാർ KM പണിക്കർ. 2 ആരായിരുന്നത്? HN ഖുസ്രു ആയിരുന്നു അല്ലെ. അങ്ങനെ അവർ 55 സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് സമർപ്പിക്കുകയും 56 സംസ്ഥാന പുനഃസംഘടനാ നിയമം വരികയും അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി 14 സംസ്ഥാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഓർത്തു വെക്കണേ. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായി ഫസൽ അലി കമ്മീഷൻ എന്ന 53 അതിലുണ്ടായിരുന്ന മലയാളി ആരാ? സർദാർ KM പണിക്കർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM ഒരുവിധം ബേസിക് ഹിസ്റ്ററി ഒരുവിധം ആക്കിയിട്ടുണ്ട്. വർഷങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വെക്കണേ. ഇനി വിശേഷണങ്ങളൊക്കെ പഠിച്ചോണേ. വ്യക്തികളുടെ വിശേഷങ്ങൾ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവാരാ? ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത് ബാലഗംഗാധര തിലകനെയാണ് അല്ലെ. അങ്ങനെ വിളിച്ചത് വാലന്റൈൻ ഷിറോൾഡ് ആണ് കേട്ടോ. വാലന്റൈൻ ഷിറോൾഡ്. പഞ്ചാബ് കേസരി, പഞ്ചാബ് സിംഹം എന്നൊക്കെ വിളിക്കുന്നത് ആരാ? ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് കേസരി, പഞ്ചാബ് സിംഹം. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പഞ്ചാബ് കേസരി ആരാ? ലാലാ ലജ്പത് റായ്. ഈ ഫിറോസ് ഷാ മേത്തയല്ലേ കോടതിയിലെ, മുംബൈ കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് വിളിക്കുന്നത് ഫിറോസ് ഷാ മേത്തയാണ്. CR ദാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേശബന്ധു എന്ന് വിളിക്കുന്നത്. അപ്പൊ ദേശബന്ധു CR ദാസും ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. ദേശബന്ധു CR ദാസും ദീനബന്ധു ആരാണ്? CF ആൻഡ്രൂസ്. സബർമതിയിലെ സന്യാസി ആര്? ഗാന്ധിജി. സബർമതിയിലെ സന്യാസി ഗാന്ധിജി. പൗനാറിലെ സന്യാസി ആര്? വിനോബ ഭാവെ. പൗനാറിലെ സന്യാസി ആരാണ്? വിനോബ ഭാവെ. ദക്ഷിണേശ്വരത്തെ സന്യാസി ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഓക്കെ, ഒരുവിധം ആയല്ലോ. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് പോട്ടെ. ഒത്തിരി നേരമായി കാണും, ബോറടിച്ച കുറച്ചൊന്ന് റിവിഷൻ ആവട്ടെ എന്ന് പറഞ്ഞാണ്. പഠിച്ചവർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കേൾക്കട്ടെ. ഇന്നത്തെ ടോപ്പിക്ക് നോക്കട്ടെ. എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ ഒരു ചോദ്യം ഉറപ്പാണ്. 1-2 ചോദ്യം ഉറപ്പാണ്. നോക്കേ, ഇന്ത്യയുടെ ദേശീയ ഗാനം ഒരുവിധം എല്ലാം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. എഴുതിയത് ഏത് ഭാഷ? ബംഗാളി ഭാഷയിലാണ്. എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. എഴുതിയത് ബംഗാളി ഭാഷയിലാണ്, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതിന്റെ ആദ്യകാല നാമം എന്താ? ഭാരത വിധാത. ജനഗണമനയുടെ ആദ്യകാല നാമം എന്താണ്? ഭാരത വിധാത. ഇത് എഴുതിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ആദ്യമായി ആലപിച്ചത് 1911 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇത് ആലപിക്കുന്നത്. അച്ചടിച്ച മാസിക തത്വബോധിനി പത്രിക എന്ന മാസികയിലാണ് ആദ്യമായി ഇത് വരുന്നത്. തത്വബോധിനി പത്രിക എന്ന മാസികയിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. തത്വബോധിനി. സംഗീതം കൊടുത്തത് രാം സിംഗ് താക്കൂറും ആദ്യമായിട്ട് പാടിയത് ടാഗോറും സരളാദേവി ചൗധരാണിയും ചേർന്നാണ് ആദ്യമായിട്ട് പാടിയത്. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് എഴുതിയത്. പൂർണ്ണമായും
ആലപിക്കാൻ 52 സെക്കൻഡ് വേണം. ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ് അംഗീകരിച്ചത്. അങ്ങനെ 12 പോയിന്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേടെ. ജനഗണമനയെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയഗാനമാണ് ജനഗണമന. ഇത് എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ആദ്യകാല നാമം ഭാരത പിതാത. രാഗം ശങ്കരാഭരണം. സംഗീതം കൊടുത്തത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനം. ആദ്യമായി അച്ചടിച്ചു വന്ന മാസിക തത്വബോധിനി പത്രികയിലാണ്. സംഗീതം കൊടുത്തത് രാം സിംഗ് താക്കൂർ. ആദ്യമായി പാടിയത് ടാഗോറും സരളാദേവിയും. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് ടാഗോർ തന്നെയാണ്. ഇംഗ്ലീഷിൽ ഇത് അറിയപ്പെടുന്ന പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ഇതിന് പാടാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത സെക്ഷൻ നോക്കേ. ദേശീയ ഗീതത്തെ കുറിച്ച് നോക്കാം. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇതും ബംഗാളി ഭാഷയിലാണ്. സംസ്കൃതം കലർന്ന ബംഗാളി ഭാഷയിൽ തന്നെ. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത്? നമ്മുടെ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇതിന്റെ രാഗം ദേശരാഗ. വന്ദേ മാതരത്തിന്റെ രാഗം ഏതാണ്? ദേശരാഗ. ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ റഹ്മത്തുള്ള സയാനി ആയിരുന്നു ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി അതിനു മുമ്പ് മരിച്ചു പോയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ആലപിച്ചത് ടാഗോറാണ്. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് എഴുതിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് മദർ ഐ ബോറ്റ് ടു ദി എന്നതാണ്. ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് മദർ ഐ ബോറ്റ് ടു ദി. തമിഴിലേക്ക് എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴിലേക്ക് എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇത് ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന ഒരു ലഹളയാണ്, സന്യാസി ഫക്കീർ ലഹള. ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ഇപ്പം ചോദിച്ചു. സന്യാസി ലഹള നടന്നത് പശ്ചിമ ബംഗാൾ. അപ്പൊ ആനന്ദമഠം എന്ന നോവലിലെ പ്രധാന ലഹള ഏതാണ്? സന്യാസി ലഹളയാണ്. സന്യാസി ലഹള നടന്ന സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവലിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദുർഗേശ നന്ദിനിയാണ്. ആലപിക്കാൻ 65 സെക്കൻഡ് ആണ്. വന്ദേ മാതരം ആലപിക്കാൻ എത്ര വേണം? 65 സെക്കൻഡ്. ഇപ്പൊ നമ്മൾ പുതിയൊരു ഓർഡർ വന്നായിരുന്നല്ലോ. വന്ദേ മാതരം ചില വേദികളിൽ പൂർണ്ണമായും ആലപിക്കണമെന്ന്. അതിന്റെ 6 ചരണവും ആലപിക്കാൻ വേണ്ടത് 3 മിനിറ്റ് 10 സെക്കൻഡ് അഥവാ 190 സെക്കൻഡ് ആണ് പൂർണ്ണമായും ആലപിക്കാൻ വേണ്ടത്. 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി വന്ദേ മാതരം അതിന്റെ അസംബ്ലിയിൽ ആദ്യമായിട്ട് ആലപിച്ചത് സുജേത കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിച്ച ഡേറ്റ്, ജനഗണമന അംഗീകരിച്ച അതേ ഡേറ്റിൽ തന്നെയാണ് 1950 ജനുവരി 24. സെറ്റാണല്ലോ. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ദേശീയ ഗീതത്തെ കുറിച്ചൊന്ന് പറഞ്ഞേടെ. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ബംഗാളി ഭാഷയിലാണ്. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എടുത്തിരിക്കുന്നത് 1888 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. രാഗം ദേശരാഗമാണ്. ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ആദ്യമായി ആലപിച്ചത് ടാഗോറും. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷ് മദർ ഐ ബോറ്റ് ടു ദി എന്ന പേരിലാണ്. തമിഴിലേക്ക് എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന ലഹളയാണ് സന്യാസി ലഹള. സന്യാസി ലഹള നടന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ദുർഗേശ നന്ദിനി. ഭരണഘടന അംഗീകരിച്ച ഡേറ്റ്. വന്ദേ മാതരം പൂർണ്ണമായി പാടാൻ വേണ്ട സമയം 3 മിനിറ്റും 10 സെക്കൻഡുമാണ്. 65 സെക്കൻഡ് ആണ് സാധാ ആലപിക്കേണ്ട സമയം. എത്രയെന്ന് ചോദിച്ചാലും അംഗീകരിച്ചത് 1950 ജനുവരി 24. സെറ്റാണല്ലോ. അടുത്ത എല്ലാം ഇനി ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ദേശീയ ചിഹ്നം നമ്മുടെ സിംഹമുദ്രയാണ്. എടുത്തത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നം എടുത്തത്. ഇത് രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ് എന്ന് പറയുന്ന ആളാണ്. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭാർഗവ് എന്ന് പറയുന്ന ആളാണ്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, ആന, കുതിര, അങ്ങനെ 7 എണ്ണം ഉണ്ടെന്ന്. മൊത്തം 4 മൃഗങ്ങളെ ഉള്ളൂ. അതിൽ സിംഹം 4 എണ്ണം അധികം വരും. ഓട്ടെ, 4 മൃഗങ്ങളിൽ 4 എണ്ണം, 3 സിംഹവും 1 കാള, 1 ആന,
4 സിംഹം, 1 കാള, 1 ആന, 1 കുതിര, അങ്ങനെ മൊത്തം 7 എണ്ണമാണ്. അല്ലാതെ മൃഗങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 4 മൃഗങ്ങളേ ഉള്ളൂ. ടോട്ടൽ മൃഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? അതിൽ സിംഹം എത്ര എണ്ണം വരണം? 4 വരണം. 1 കാള, 1 ആന, 1 കുതിര. സിംഹത്തെ സൂചിപ്പിക്കുന്നത് ധീരതയും ശക്തിയും. അപ്പൊ നമ്മുടെ മുദ്രയിലെ സിംഹത്തിന്റെ അർത്ഥം എന്താണ്? ധീരത, ശക്തി. അടുത്ത ഏതൊക്കെയാണ്? കുതിരയെ സൂചിപ്പിക്കുന്നത് ഊർജ്ജസ്വലത, വേഗത. വേഗത. കാളയെ സൂചിപ്പിക്കുന്നത് കഠിനാധ്വാനം, സ്ഥിരത. ആനയെ സൂചിപ്പിക്കുന്നത് ബുദ്ധന്റെ ജനനവും ശക്തിയുമാണ്. അപ്പം ഓരോ മൃഗങ്ങളുടെ പ്രത്യേകത പറഞ്ഞിടെ. സിംഹം എന്താണ്? ധീരതയും ശക്തിയും ആത്മവിശ്വാസവും. കുതിര ഊർജ്ജസ്വലതയും വേഗതയും. കാള കഠിനാധ്വാനവും സ്ഥിരതയും. ആന ബുദ്ധന്റെ ജനനവും ശക്തിയുമാണ്. ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതയാണ്. ഈ വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. നിന്ന് എഴുതിയിരിക്കുന്ന ലിപി ദേവനാഗരി ലിപിയിലാണ്. ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ് കേട്ടോ. അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായ ആ ഡേറ്റിലാണ് സിംഹമുദ്ര അംഗീകരിച്ചിരിക്കുന്നത്. 1950 ജനുവരി 26. ദേശീയ ചിഹ്നം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഇപ്പൊ എവിടാന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. അല്ലെ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഏത് സ്റ്റേറ്റുകാരൻ? ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. അംഗീകൃത പതാക നിർമ്മാണശാല എവിടെയാണ്? ഒരേ ഒരു ഇന്ത്യയിലെ അംഗീകൃത പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബള്ളിയാണ്. ഹൂബള്ളി അഥവാ ഹൂബ്ലി എന്ന് പറയുന്നത്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ഇത് ചോദ്യം ശ്രദ്ധിച്ച് എഴുതാവേ. ചിലപ്പം അവര് നിങ്ങളെ ഹാളിലിരുന്ന് തെറ്റിക്കാൻ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്ന് ചോദിക്കുക. അപ്പൊ 2:3. നീളവും വീതിയാകുമ്പോ 3:2. ശ്രദ്ധിച്ച് എഴുതണം. ഏതൊക്കെ? 4 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം, മധ്യത്തിലെ അശോക ചക്രത്തിൽ നീല നിറം. അപ്പം ദേശീയ പതാകയിൽ മൊത്തം എത്ര നിറങ്ങളുണ്ട്? 4 നിറങ്ങൾ. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച നിറം. വെള്ളയുടെ മധ്യത്തിൽ അശോക ചക്രമുണ്ട്, അത് നീല നിറം. ഇനി ഓരോ നിറങ്ങൾ എന്താന്ന് നോക്കാം. കുങ്കുമം ധീരതയും ശക്തിയും. വെള്ള സത്യവും സമാധാനവും. പച്ച രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി. അശോക ചക്രം രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ കുറിച്ച് വിവരിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. അതിന്റെ നിറങ്ങളെ കുറിച്ചും അശോക ചക്രത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ചും ഒക്കെ വിവരിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അശോക ചക്രത്തിലെ അരക്കാലുകൾ പ്രധാനമായിട്ടും ശ്രീബുദ്ധന്റെ ജാതക കഥകൾ, 24 കാലുകൾ ഉണ്ടല്ലോ ഇവിടെ, 24 കാലുകൾ ശ്രീബുദ്ധന്റെ ജാതക കഥകളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വിദേശ മണ്ണിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റഡ്ഗാർഡിൽ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവായ മാഡം ഭിക്കാജി ഗാമയാണ്. അതിൽ 8 താമരകളായിരുന്നു അന്ന് ആ ദേശീയ പതാകയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ദേശമണ്ണിൽ ആദ്യമായി ഉയർത്തിയത് ആരാണ്? വിദേശ മണ്ണിൽ മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യയിൽ എന്നാ ഫ്ലാഗ് കോഡ് വന്നതെന്ന് ചോദിച്ചാൽ 2002 ജനുവരി 26-നും. പതാക ദിനം മറന്നുപോരുത്. പതാക ദിനം എന്നാണ് ഡിസംബർ 7. പതാകകളെ കുറിച്ചുള്ള പഠനം അറിയാമോ നിങ്ങൾക്ക്? വെക്സിലോളജി. പതാകകളെ കുറിച്ചുള്ള പഠനം ഏതാണ്? വെക്സിലോളജി. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പതാക നമുക്ക് വേണമല്ലോ. അപ്പൊ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ഡേറ്റ് എന്നാണ്? 1947 ജൂലൈ 22. ദേശീയ ഗാനവും ദേശീയ ഗീതവും 50 ജനുവരി 24. ദേശീയ ചിഹ്നം 50 ജനുവരി 26. ഇപ്പൊ പതാക പഠിച്ച് 47 ജൂലൈ 22-നാണ്. പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പതാക ദിനം ഡിസംബർ 7-ആണ്. ആദ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. ദേശീയ പതാക നിർമ്മിക്കുന്ന ഏക അംഗീകൃത സ്ഥാപനം കർണാടകയിലെ ഹൂബള്ളി. ദേശീയ പതാകയിലെ നിറത്തിന്റെ അംശബന്ധം നീളം വീതിയും 3:2. ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ഓക്കെ, ദേശീയ കലണ്ടർ. ശക കലണ്ടർ അല്ലേ? ശക കലണ്ടർ ആരംഭിച്ചത് കനിഷ്കൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ശക കലണ്ടർ ആരംഭിച്ച ശകവർഷം ആരംഭിച്ചത്, ശക കലണ്ടർ അല്ല, ശകവർഷം കൊണ്ടുവന്നത് കനിഷ്കനാണ്. ആ കലണ്ടറാണ് ദേശീയ കലണ്ടർ ആയിട്ട് പറയുന്നത്. AD 78 ശകവർഷം എന്നാണ്. AD 78 തുടങ്ങുന്നത്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമെന്നും രണ്ടാമത്തെ മാസത്തെ വൈശാഖമെന്നും
അവസാനത്തെ മാസത്തെ ഫൽഗുനം എന്നും വിളിക്കുന്നു. അപ്പൊ ശകവർഷത്തിലെ 3 മാസങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേരെ. ആദ്യ മാസം ചൈത്രം, രണ്ടാമത്തെ മാസം വൈശാഖം, അവസാന മാസം ഫൽഗുനം. ദേശീയ കലണ്ടർ അംഗീകരിച്ച ഡേറ്റും കൂടെ അങ്ങ് പഠിച്ചേരെ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടർ അംഗീകരിച്ചത് 57 മാർച്ച് 22-നാണ്. 57 മാർച്ച് 22. ശക കലണ്ടറിലെ ആദ്യത്തെ മാസമായ ചൈത്രം നമ്മുടെ നാട്ടിൽ കിടക്കുന്ന, നമ്മുടെയൊക്കെ കിടക്കുന്ന സാധാരണ കലണ്ടറിലെ മാർച്ച് 22 തൊട്ടാണ്. മാർച്ച് 22 അതിവർഷമാണെങ്കിൽ മാർച്ച് 21 തുടങ്ങും കേട്ടോ. നമ്മുടേത് ഗ്രിഗോറിയൻ കലണ്ടർ അല്ലേ. ഈ ഗ്രിഗോറിയൻ കലണ്ടർ മാർച്ച് 22. അപ്പൊ ശക കലണ്ടറായ ചൈത്രം ആരംഭിക്കുന്നത് സാധാരണ കലണ്ടറിൽ ഏത് ദിവസം തൊട്ടാണ്? മാർച്ച് 22. ഇനി ദേശീയ മൃഗം ഏതാ? നമ്മുടെ റോയൽ ബംഗാൾ കടുവ അല്ലെ. 1972 വരെ സിംഹമായിരുന്നു. 72 വരെ ഉണ്ട് കേട്ടോ. 71 എന്ന് പറഞ്ഞ കളയില് 72 വരെ സിംഹമായിരുന്നു. 72 നവംബർ 18 മുതൽ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്തായിട്ട് മാറി? കടുവയായി മാറി. അപ്പൊ ഇന്ത്യയുടെ ദേശീയ മൃഗം 72 വരെ സിംഹമായിരുന്നു. 72 നവംബർ 18 മുതൽ കടുവയായി മാറി. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താ? പന്തീറ ടൈഗ്രിസ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പന്തീറ ടൈഗ്രിസ്. സിംഹത്തിന്റെ എന്താ? പന്തീറ ലിയോയാണ് സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം. ഇനി കടുവ സംരക്ഷണ പദ്ധതി അല്ലേ പ്രോജക്ട് ടൈഗർ. പ്രോജക്ട് ടൈഗർ പദ്ധതി വന്നത് 73-ലാണ്. 1973-ലാണ് പ്രോജക്ട് ടൈഗർ പദ്ധതി വരുന്നത്. പ്രോജക്ട് ടൈഗർ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പാർക്കായ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ പാർക്കിലാണ്. പ്രോജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ പാർക്കിലാണ്. പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ പ്രോജക്ട് ടൈഗർ ഏത് വർഷം? 1973 ഏപ്രിലാണ്. ഈ കടുവ ദേശീയ മൃഗമായ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. കടുവ ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശിന്റെയാണ്, മലേഷ്യയുടെയാണ്, ദക്ഷിണ കൊറിയയുടെയാണ്, ഉത്തര കൊറിയയുടെയും കടുവ ദേശീയ മൃഗങ്ങളാണ് അല്ലെ. ഇനി റോയൽ ബംഗാൾ കടുവ എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശും ഉള്ളൂ. ഈ റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇനി നല്ലൊരു ചോദ്യം നോക്കേ. ഇന്ത്യയിലെ ഏത് ദേശീയ പാർക്കിലാണ് റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക്? മനാസ് ദേശീയ പാർക്ക്, ആസാം. അപ്പൊ റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ഏതാണ്? മനാസ് ദേശീയ പാർക്ക്, ആസാം. കടുവാ ദിനം ജൂലൈ 29. കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമല്ലേ? പി സി മഹലനോബിസിന്റെ ജന്മദിനം. പി സി മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ 29. ജൂലൈ 29 ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ആഗസ്റ്റ് 29 ഉണ്ടല്ലോ ഇന്ത്യയുടെ കായിക ദിനം അല്ലെ. ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യൻ കായിക ദിനം. ആഗസ്റ്റ് 29. സെപ്റ്റംബർ 29 ഉണ്ടല്ലോ ഹൃദയ ദിനം. സെപ്റ്റംബർ 29 എന്താണ്? ഹൃദയ ദിനം. അപ്പൊ ജൂൺ 20. മെയ് 29 ഉണ്ട് എവറസ്റ്റ് ദിനം. മെയ് 29 ഏതാണ്? എവറസ്റ്റ് ദിനം. അപ്പൊ മെയ് 29 എവറസ്റ്റ് ദിനം. അതുപോലെ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ജൂലൈ 29 കടുവാ ദിനം. ആഗസ്റ്റ് 29 കായിക ദിനം. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. ഓക്കെ, ഹൃദയ ദിനം എത്ര പഠിച്ചു നോക്കണേ. അപ്പൊ കടുവാ ദിനം ജൂലൈ 29 ആണ്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ് മാർക്ക് എന്ന് വിളിക്കുന്നത്. പഗ് മാർക്ക്, കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പഗ് മാർക്ക്. നമുക്കൊരു റെഗ് മാർക്ക് ഇല്ലേ? എന്താ? ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാ? ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റെഗ് മാർക്ക്. ഇപ്പൊ അതിനെ ഗുഡ് വീവ് എന്നും വിളിക്കുന്നുണ്ട്. കൈലാഷ് സത്യാർത്ഥി ഗുഡ് വീവ് എന്ന പേരാക്കി. ഇനി ദേശീയ ഭാഷ നോക്കാം. ദേശീയ ഭാഷ ഹിന്ദിയാണ്. ദേവനാഗരി ലിപിയിൽ നിന്നാണ് ഹിന്ദി എടുത്തത്. 1925 നമ്മുടെ സരോജിനി നായിഡു പ്രസിഡന്റായ INC-യുടെ കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കി തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. 25-ലാണ് സരോജിനി നായിഡു INC-യുടെ പ്രസിഡന്റ് ആവുന്നത്. ശരിയല്ലേ? INC-യുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാ? സരോജിനി നായിഡു. 25-ലെ കാൺപൂർ സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 341 ഭരണഘടനാ നിർമ്മാണ സഭ 1949 സെപ്റ്റംബർ 14 ഇത് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. 49 സെപ്റ്റംബർ 14 അംഗീകരിച്ചു. 65-ലാണ് വരുന്നത്. ഹിന്ദി ദിനം കണ്ടോടെ സെപ്റ്റംബർ 14. ഹിന്ദി ദിനം എന്നാണ് സെപ്റ്റംബർ 14. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അപ്പൊ സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓർത്ത് വെക്കണേ, ഹിന്ദി ദിനം. ഭരണഘടനാ പ്രകാരം ഹിന്ദി ദേശീയ ഭാഷയല്ല. എന്ന ഭരണഘടനാ പ്രകാരം ഹിന്ദിയും ഇന്ത്യയും ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് നമ്മൾ പറയാം. ദേശീയ ഭാഷയായിട്ട് പറയുന്നില്ല, ഔദ്യോഗിക ഭാഷ ആയിട്ട് പറയാം കേട്ടോ. പലരും ചോദിക്കില്ലേ ദേശീയ ഭാഷയുണ്ടോന്ന്. അതായത് നമുക്ക് ഒത്തിരി ഭാഷകൾ ഉണ്ടായിട്ട് ഇന്ത്യയുടെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദി പറയേണ്ട, ഔദ്യോഗിക ഭാഷയായിട്ട് നമ്മുടെ പാർലമെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷും ആയിട്ട് പറയാറുണ്ട്.
ദേശീയ പുഷ്പം താമര. താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ സ്പീഷിയോസം. താമര ഇന്ത്യയെ കൂടാതെ ഈജിപ്തിന്റെയും വിയറ്റ്നാമിന്റെയും ദേശീയ പുഷ്പമാണ്. ദേശീയ പക്ഷി മയില്. 63 ഫെബ്രുവരി 1 മയിലിനെ അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാസസ്. ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാസസ്. ദേശീയ ഫലം മാങ്ങയാണ്. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക. മാവ് എന്ന് ചോദിച്ചാലും മാങ്ങ എന്ന് പറഞ്ഞാലും മാഞ്ചിഫറ ഇൻഡിക. മാമ്പഴ ദിനം. ദേശീയ മാമ്പഴ ദിനം ജൂലൈ 22. ദേശീയ മാമ്പഴ ദിനം എന്താണ്? ജൂലൈ 22. ജൂലൈ 21 എന്താ? ജൂലൈ 21 ചാന്ദ്ര ദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21 അല്ലേ? ഈ ജൂലൈ 21 ചാന്ദ്ര ദിനം മനുഷ്യൻ. അപ്പൊ ചാന്ദ്ര ദിനം എന്നാ ജൂലൈ 21. ജൂലൈ 22 ഇപ്പം പഠിച്ചേ ഏതാ? മാമ്പഴ ദിനം. ജൂലൈ 29 കടുവാ ദിനം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കടുവാ ദിനം. പഴങ്ങളുടെ രാജാവല്ലി മാമ്പഴം. 1950 കൂടിയാണ് ഈ മാമ്പഴത്തെ ദേശീയ ഫലമായിട്ട് അംഗീകരിക്കുന്നത്. നമ്മുടെ പൈതൃക ജീവി ആനയാണ്. ശാസ്ത്രീയ നാമം ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. ഗജദിനം ഓഗസ്റ്റ് 12. പ്രോജക്ട് എലിഫന്റ് പദ്ധതി പഠിച്ചേരെ. പ്രോജക്ട് എലിഫന്റ് 92 ഫെബ്രുവരിയിലാണ്. നേരത്തെ പ്രോജക്ട് ടൈഗർ പഠിച്ചു. 1973 പ്രോജക്ട് ടൈഗറും 1992 പ്രോജക്ട് എലിഫന്റ് പദ്ധതിയും പഠിച്ചു വെച്ചിരിക്കണേ. ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ചത് 2010 ഒക്ടോബർ മുതലാണ്. കേരള, കർണാടക, ഒഡീഷ, ജാർഖണ്ഡ് ഇത്രയും സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ആന തന്നെയാണ്. കേരള, കർണാടക, ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന തന്നെയാണ്. ദേശീയ നദി ഏതാ? ഗംഗ. എന്നാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്? 2008 നവംബർ 4. നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 നവംബർ 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയല്ലേ ഗംഗ? ആണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? അത് സിന്ധു ആണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപ് ഇന്ത്യ എന്നല്ലേ, ഉപഭൂഖണ്ഡത്തിലെ സിന്ധു. ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് പറയേണ്ടത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗോദാവരി. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ വൃദ്ധഗംഗയും ദക്ഷിണഗംഗയും ഗോദാവരിയാണ്. വൃദ്ധഗംഗ, ദക്ഷിണഗംഗ ഏതാണ്? ഗോദാവരിയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ അതൊക്കെ കൃഷ്ണയാണ്. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ കൃഷ്ണ. വൃദ്ധഗംഗയും ഗോദാവരിയും നമ്മൾ പറയേണ്ടത് വൃദ്ധഗംഗയും ദക്ഷിണഗംഗയും ഗോദാവരി പറയണം. ബംഗാളിന്റെ ദുഃഖം ഏതാ? ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ബീഹാറിന്റെ ദുഃഖം കോസി. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബീഹാറിന്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഇന്ത്യയിലെ ഗംഗ അംഗീകരിച്ചത് 2008 നവംബർ 4 മുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിലൂടെയാണ്. 25 കിലോമീറ്റർ. ഗംഗയുടെ ആകെ നീളം 2525 ആണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ബീഹാറും ജാർഖണ്ഡും പശ്ചിമ ബംഗാൾ. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശിലും ഉണ്ട് ഗംഗ. ബീഹാറിലും ജാർഖണ്ഡിലും ഉണ്ട്. പിന്നെ പശ്ചിമ ബംഗാളിലൂടെയും ഗംഗ ഒഴുകുന്നുണ്ട്. ഗംഗ ആക്ഷൻ പ്ലാൻ 1986 കൂടി വരുന്നു. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന. ദേശീയ ജലജീവി ഏതാ? ഗംഗ ഡോൾഫിൻ. 2009 ഒക്ടോബർ 5 അംഗീകരിച്ചു. ദേശീയ വൃക്ഷം ഏതാ? അരയാലല്ല, പേരാലാണ് ദേശീയ വൃക്ഷം. ഫൈക്കസ് ബംഗ്ലാൻസിസ്. ഫൈക്കസ് ബംഗ്ലാൻസിസ് ആണ് ദേശീയ വൃക്ഷമായ പേരാലിന്റെ ശാസ്ത്രീയ നാമം. ദേശീയ നൃത്തം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്ന് വിളിക്കുന്നത് ഭരതനാട്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ നൃത്തം ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യം. ചലിക്കുന്ന ശില്പം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് അത് ഒഡീസി എന്ന നൃത്തമാണ്. ചലിക്കുന്ന ശില്പം ഏതാണ്? ഒഡീസി. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യമാണ്. ചലിക്കുന്ന ദാസിയാട്ടം എന്നൊക്കെ വിളിക്കുന്നത് മോഹിനിയാട്ടത്തെയാണ്. മോഹിനിയാട്ടത്തെയാണ് ദാസിയാട്ടം. പാവങ്ങളുടെ കഥകളി ഏതാ? ഓട്ടംതുള്ളൽ. പാവങ്ങളുടെ കഥകളി ഏതാണ്? ഓട്ടംതുള്ളലാണ് പാവങ്ങൾ. അപ്പൊ തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തവും ഭരതനാട്യമാണ്. അപ്പൊ ഇന്ത്യയുടെയും തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തം ഏതാണ്? ഭരതനാട്യം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15 രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാർ. ശ്രദ്ധിച്ചോണേ, ഇന്ത്യൻ രൂപയ്ക്ക് ഔദ്യോഗിക ചിഹ്നം കൊണ്ടുവന്ന വർഷം എന്ന 2010 ജൂലൈ 15. ആരാണ്? തമിഴ്നാടുകാരനായ ഡി
ഉദയകുമാർ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാ? ഇന്ത്യക്ക് ഇതുവരെയും സ്വന്തമായിട്ട് ഒരു കായിക വിനോദം ഇല്ലടെ. പൊതുവെ ഇന്ത്യൻ കായിക വിനോദങ്ങളിൽ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഹോക്കി സുവർണ കാലഘട്ടമായിരുന്നു. ഇന്ത്യക്ക് ഒത്തിരി മെഡൽ കിട്ടി. അതുകൊണ്ട് പൊതുവെ ദേശീയ കായിക വിനോദമായി അറിയപ്പെടുന്നത് ഹോക്കിയാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് കൊണ്ട് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായിട്ട് പൊതുവെ അറിയപ്പെടുന്നത് ഹോക്കിയാണ്. ഒരു ഹോക്കി ടീമിൽ 11 പേരാണ്. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ് ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ ദേശീയ കായിക ദിനം? ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. സംസ്ഥാന കായിക ദിനം ആരുടെയാണ്? അത് നമ്മുടെ സംസ്ഥാന കായിക കേരളത്തിന്റെ പിതാവായ ഗോദവർമ്മ രാജ അഥവാ GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13. അപ്പം ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 കായിക ദിനം. സംസ്ഥാന കായിക ദിനമായ ഒക്ടോബർ 13 ആരുടെ ജന്മദിനോടെ? GV രാജയുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക ലിപി ദേവനാഗരി ലിപിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക മത്സ്യം ഏതാന്ന് ചോദിച്ചാൽ അയലയാണ്. കുറച്ച് നല്ല കാര്യങ്ങളാണ് ഇന്ന് എഴുതിയത്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി റിവിഷൻ കിട്ടി. ഇനി അടുത്ത ക്ലാസ്സിൽ നല്ലൊരു റിവിഷനുമായിട്ട് ജോഗ്രഫി കൊണ്ടുവരാം. ജോഗ്രഫി, ഭരണഘടന, സയൻസ് ആരാണ്ടൊക്കെ ചോദിച്ചായിരുന്നു. എന്നാൽ സയൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലോ നോക്കാം. അതായാലും കുറെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ ഇടണം. ഒത്തിരി സന്തോഷമുണ്ട് ആ കമന്റുകൾ വായിക്കുമ്പോഴേ നമുക്ക് സന്തോഷം. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് റിവിഷൻ ക്ലാസ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അത് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തോ വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് അത് റിവിഷൻ പ്രയോജനപ്പെടും, ഒരുവിധം ബേസ് എന്റെ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ടോപ്പിക് അനുസരിച്ച് പഠിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. റിവിഷൻ, മോക്ക് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോണേ. സ്കൂൾ ടെസ്റ്റ് ഒക്കെ ഒന്ന് റിവിഷൻ നടത്തണേ. സെറ്റ് ആവോടെ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അടുത്ത വർഷം ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ട് മുന്നോട്ട് പോകും. കുറെ വർഷം കൊണ്ടേ ആഗ്രഹിക്കുന്നില്ലേ? കുറച്ചുപേര് ഓരോ വർഷം കയറുന്നില്ലേ ഇവിടെ? അതേപോലെ നിങ്ങളുടെ വർഷം വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നേ പറ്റൂ. പക്ഷെ നിങ്ങൾ പഠിച്ച് കട്ടയ്ക്ക് മുന്നോട്ട്. എന്ത് വിഷമം വന്നാലും അത് ഒരു സൈഡിലൂടെ കളഞ്ഞേരെ. എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങൾ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നും. മറ്റുള്ളവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എടുക്കുന്ന സമയത്ത് എല്ലാം ആ വിഷമങ്ങളായിരിക്കും. അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മുന്നോട്ട് പോകുക. ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷമങ്ങളെയൊക്കെ മുന്നോട്ട് പോയി നിങ്ങൾ ഒരു ജോലി കിട്ടി നോക്കെ. അന്ന് ഈ കളഞ്ഞിട്ട് പോയവരും തിരിഞ്ഞു നോക്കാത്തവരും അന്ന് കുറ്റം പറഞ്ഞവരും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് തല കുനിച്ച് വരുന്നത് കാണാം. നിങ്ങൾക്ക് അപ്പോൾ അഭിമാനത്തോടെ തല ഉയർത്തി മുന്നോട്ട് നടക്കാം. കുറച്ചു നാളത്തെ കഷ്ടപ്പാട് അടുത്ത ജീവിതകാലം മൊത്തം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സന്തോഷ വാർത്തയായിട്ട് വരേണ്ടത്. അതുകൊണ്ട് പഠിച്ചോ, ധൈര്യമായിട്ട് പഠിച്ചോ. എന്റെ സപ്പോർട്ടുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.